അല്ലാതെ ബസ്സിനും കല്ലെറിഞ്ഞ് നാട്ടുകാരെയും ചീത്ത വിളിച്ച് നടക്കുന്നവന്മാരൊക്കെ നാട് ഭരിച്ചതിൻ്റെ കുഴപ്പമാണ് ഇന്ന് ഈ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഈ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാതെ പഠിച്ച് മാർക്ക് മേടിച്ച് ക്ലാസ്സിൽ ഫസ്റ്റായ സിസ്റ്റത്തോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. ദയവ് ചെയ്ത് അധ്യാപകരും രക്ഷകർത്താക്കളുമൊക്കെ എന്നോട് ക്ഷമിക്കണം. എൻ്റെ കുട്ടികൾ തോറ്റ് വളരാൻ പഠിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചേക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ലോകം ഭരിക്കുന്ന 3 മേഖലകൾ സിനിമയും സ്പോർട്സും രാഷ്ട്രീയവുമാണ്. ആടുതോമയ്ക്ക് തല്ലാൻ അറിയാമെങ്കിൽ ഗുണ്ടയാക്കി മാറ്റാം. ആടുതോമയ്ക്ക് തല്ലാൻ അറിയാമെങ്കിൽ രാജ്യത്തിന് അഭിമാനം സമ്മാനിക്കാവുന്ന ഒളിമ്പിക്സിൽ സ്വർണം നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു ബോക്സറാക്കി മാറ്റാം. ഒരു രക്ഷകർത്താക്കളും പറയാത്തൊരു കാര്യമാണ് രാഷ്ട്രീയത്തിലേക്ക് ആരെയും വിടരുതെന്ന്. ദൈവീയത് അങ്ങനെ പറയരുത്, രാഷ്ട്രീയത്തിലേക്കും വിടണം. കാരണം ഈ നാടിനെ നയിക്കത്തക്ക നല്ല മിടുക്കന്മാരുണ്ടാവട്ടെ. വസ്തുവൊക്കെ മേടിച്ച് റബ്ബറും വെട്ടി ചില്ലറ കാശുമൊക്കെ ഉണ്ടാക്കി ജീവിക്കുകയാണ് പൊതുവെ പതിവ് നമ്മൾ കണ്ടിട്ടുള്ള. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിച്ച് ഭാവിക്ക് വേണ്ടിയിട്ട്, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയിട്ട് തൻ്റെ ബിസിനസ് കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ചുകൊണ്ട് അത് വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ എനിക്കൊപ്പം പങ്കെടുക്കുന്ന സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട അധികൃതരെ ഞാൻ ഓരോരുത്തരെയും പേര് വായിച്ചാൽ നീണ്ടുപോയി ആരെങ്കിലും വിട്ടുപോകും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ റോജിൻ തോമസ്, അദ്ദേഹം ഒരു സുഹൃത്തെന്ന നിലയിൽ ഉപരി എന്നെ സംബന്ധിച്ചൊരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്. 2010 ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളിൽ ഒരു തിരക്കഥയൊക്കെ എഴുതി പലരെയും വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി നടന്ന സമയത്ത് പലരും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ പഴയൊരു ശ്രീനിവാസൻ്റെ സിനിമയിലെ പോലെ തിരക്കഥ വേണോ തിരക്കഥ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ കളിയാക്കിക്കൊണ്ടിരുന്നൊരു സമയത്ത് അന്ന് വോഡാഫോൺ കോമഡി സ്റ്റാർസിൽ ശ്രദ്ധിക്കപ്പെട്ടു നിന്ന ഒരു ചലച്ചിത്ര ഷോയിലെ താരം അന്ന് നമ്മുടെ കഥ കേൾക്കുകയും ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയൊരു സൗഹൃദമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ സിനിമയിൽ അദ്ദേഹത്തിന് നല്ലൊരു വേഷവും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പ്രിയപ്പെട്ട റോജനാണ് ഈ സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ റോജേട്ടൻ വിളിച്ചതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. പൊതുവേ ഞാൻ സ്കൂളുകളിലെ പരിപാടികൾ അധികം പോകാറില്ലായിരുന്നു. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ നമ്മുടെ നേരത്തെ ഇച്ചിരി പുകഴ്ത്തി പറഞ്ഞ നമ്മുടെ ഡോക്ടർ ജോസഫ് സാറിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് ഞാനൊന്ന് മയങ്ങി വരികയായിരുന്നു. അപ്പോൾ ആ മയക്കത്തിൽ നിന്ന് എന്നെ പെട്ടെന്ന് ഉണർത്തിയ ഒരു മികച്ച കുട്ടികളുടെ ഡാൻസ് ഞാൻ പിന്നെ കണ്ടു. എൻ്റെ മക്കളും മൂത്താൾക്ക് 9 വയസ്സ്, ഇളയാൾക്ക് 7 വയസ്സ്. അപ്പോൾ ഇളയാൾ പ്രാർത്ഥനയുടെ ഒക്കെ മുഖഷയിപ്പുള്ള കുറേ കൊച്ചുകുട്ടികൾ, കുറേ മാലാഖമാർ എന്നൊക്കെ പറയാം. അപ്പോൾ അവരുടെ ഡാൻസ് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ഒരേ സമയം ഞാൻ ദുഃഖിക്കുകയും ചെയ്തു. കാരണം ഞാൻ ഇതുവരെയും എൻ്റെ മക്കളുടെ ഒരു പരിപാടികൾ കാണാനും ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഫ്ലാറ്റിൽ അസോസിയേഷൻ്റെ ന്യൂ ഇയർ ആഘോഷത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോഴും എനിക്ക് പൊതുവേ ഇങ്ങനെ ഈ ആൾക്കൂട്ടത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കുറേ കാലങ്ങളായിട്ട് തുടങ്ങിയതാണ്. എവിടെ കൊണ്ടോ സമൂഹത്തിൽ കുറേ ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റപ്പെടൽ ആസ്വദിക്കാൻ തുടങ്ങിയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിൽ 100 ദിവസം മൊബൈൽ ഫോണും ഒന്നുമില്ലാതെ നിന്നപ്പോഴത്തേക്കും ആരുമില്ലെങ്കിലും വെറുതെ കുറേ സമയം ഇരുന്ന് ചിലവഴിക്കാനൊക്കെ ശീലിച്ചത് കൊണ്ടും ആവാം. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം ഒരിടത്ത് പോയിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പിന്നെ മക്കളെ ഞാൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് ആ സ്കൂളിൽ പോയി വെറുതെ ഇരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടായിരുന്നു അവിടുത്തെ ആനുവൽ ഡേക്ക് വിളിച്ചപ്പോഴൊന്നും ഞാൻ സത്യത്തിൽ പോകാതിരുന്നത്. പക്ഷേ അത് കണ്ടപ്പം ഒരേ സമയം സന്തോഷവും, മറ്റേത് അവരുടെ അച്ഛൻ എന്ന നിലയിൽ അവരുടെ പ്രകടനം ഞാനിരുന്ന് കണ്ടില്ലല്ലോ എന്നൊരു വിഷമവും എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഇനി ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വിദ്യാഭ്യാസം ഈ സ്കൂളിനെന്നല്ല ഏതൊരു സ്കൂളിനും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 കാര്യങ്ങളാണ്. ഒന്ന് ഭാഷയും, 2 സംസ്കാരവും. ഞാൻ പഠിച്ചത് സാധാ മലയാളം മീഡിയം സ്കൂളിലാണ്. അതുകൊണ്ട് അത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ ഞാൻ ഇപ്പോഴും പ്രാപ്തനല്ല. അത്യാവശ്യം പുറത്തൊക്കെ രാജ്യത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇതുപോലുള്ള സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്കിന്ന് ഈ രാജ്യത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിങ്ങൾ മിടുക്കരാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങളുടെ ലാംഗ്വേജാണ്. അത് സമ്മാനിക്കാൻ നിങ്ങളുടെ സ്കൂളിന് കഴിഞ്ഞു. 2 സംസ്കാരമാണ്. അല്ലാതെ ഈ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാതെ പഠിച്ച് മാർക്ക് മേടിച്ച് ക്ലാസ്സിൽ ഫസ്റ്റായ സിസ്റ്റത്തോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. ദയവ് ചെയ്ത് അധ്യാപകരും രക്ഷകർത്താക്കളുമൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാനിത് പറയുന്നത് പഠിക്കാത്ത ഒരു പയ്യനായതുകൊണ്ടല്ല, സ്കൂളിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു പയ്യനായതുകൊണ്ടാണ് ഈ പറയുന്നത്. SLCക്ക് എൻ്റെ സ്കൂളിലെ ടോപ്പറായി തന്നെയാണ് ഞാൻ പാസ്സായത്. പക്ഷേ വിദ്യാഭ്യാസം എന്നത് സാവിദ്യ വിമുക്ത എന്നാണ്. എഡ്യൂക്കേഷൻ, എഡ്യൂസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഡെറിവ് ചെയ്തു എന്ന് പറയുന്നു. ടു ഡ്രാ ഔട്ട് എന്നാണ് എഡ്യൂസിൻ്റെ അർത്ഥം. പുറത്തു കൊണ്ടുവരിക. ഓരോ കുട്ടികളെയും അവരെ തിരിച്ചറിഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതാവണം യഥാർത്ഥ വിദ്യാഭ്യാസം. നിങ്ങളുടെ മുന്നിലുള്ള കുട്ടികൾക്ക് ഈ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ, പഠിപ്പിച്ചു കൊടുക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം,
പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെ തിരിച്ചറിയാൻ കൂടി ഓരോ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ നാളെയിൽ നിങ്ങൾക്ക് അഭിമാനിക്കത്തക്ക ഒരു മകനായോ മകളായോ വളർന്നു വരാനും ഈ നാടിന് പ്രയോജനപ്പെടുന്ന ഒരു കുട്ടിയായി മാറാനും അവന് കഴിയൂ എന്നത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ തല്ലുക, അധ്യാപകരുടെ ശകാരം കേൾക്കുക. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടികൾ തോറ്റു വളരാൻ പഠിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചേക്കാനാണ് പറഞ്ഞേക്കുന്നത്. ജീവിതത്തിൽ തോൽക്കാൻ കഴിയാത്ത ഒരാളും ജയിച്ച ചരിത്രമില്ല. നിങ്ങൾ എത്രത്തോളം പരാജയപ്പെടുന്നോ അത്രത്തോളം വിജയത്തിൻ്റെ സാധ്യതകളെ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഒരുപാട് തോറ്റ് ജയത്തിൻ്റെ സാധ്യതകൾ തേടി കണ്ടെത്തിയ ഒരാളാണ് ഞാൻ. പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ പലപ്പോഴും നന്നായി സംസാരിക്കാറുണ്ടെന്നോ എനിക്ക് ഭയങ്കര അറിവും ബോധമൊക്കെ ഉള്ള ഒരാളാണെന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. എന്നാലും എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനപരമായിട്ട് +2 മാത്രമാണ്. ഞാൻ ഫാത്തിമ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. ഞാൻ ഡിഗ്രി പാസ്സല്ല. അതിൻ്റെ കാരണം എനിക്ക് എഴുതിയെടുക്കാൻ പറ്റാഞ്ഞിട്ടും ആയിരുന്നില്ല. എനിക്ക് +2-ന് ഇംഗ്ലീഷിന് 92 മാർക്കുണ്ടായിരുന്നു 100-ൽ. പക്ഷേ BSc മാത്സിന് ഞാൻ ഇംഗ്ലീഷ് എക്സാം എഴുതിയിട്ടില്ല. ഞാൻ ഡിഗ്രി വേണ്ടെന്ന് തീരുമാനിച്ചവരാണ്. 21 വയസ്സിൽ ആ നിമിഷം ഞാൻ തീരുമാനിച്ചു. എനിക്ക് ഒരുപാട് അവഗണനകളും ഒരുപാട് പരിഹാസങ്ങളും ഒക്കെ കേട്ടു വളർന്ന ഒരു കുട്ടിക്കാലത്ത് നിന്നും സമൂഹം അംഗീകരിക്കുന്ന ഒരാളായി മാറാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിലൂടെ എനിക്ക് പരമാവധി നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു അച്ചീവ്മെൻ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ലോകം ഭരിക്കുന്ന 3 മേഖലകൾ സിനിമയും സ്പോർട്സും രാഷ്ട്രീയവുമാണ്. ഈ 3 മേഖലയിലും സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ദൗർഭാഗ്യവശാൽ പല സ്കൂളുകളിലും ഞാനിത് കാണാറില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടവരായി മാറിയേനെ. അവർക്ക് അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. പക്ഷേ ദയവ് ചെയ്ത് അധ്യാപകരെ, രക്ഷകർത്താക്കളെ, നിങ്ങളുടെ മക്കളുടെ യഥാർത്ഥ കലാവാസന, അത് കലയായിക്കോട്ടെ, കായികമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും മേഖലയായിക്കോട്ടെ, നിങ്ങൾ അവരെ നിരീക്ഷിക്കൂ. അവരിലുള്ള ഏറ്റവും മിടുക്കനെ അല്ലെങ്കിൽ മിടുക്കിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ. പഠിക്കുന്നതാണ് അവൻ്റെ കഴിവെങ്കിൽ, പഠിച്ച് പാസ്സായി ഒരു ഡോക്ടർ ആവണം, ഒരു എഞ്ചിനീയർ ആവണം, ഒരു വക്കീലാവണം, ഇതൊക്കെയാണ് കഴിവെങ്കിൽ പഠനത്തിനെ പ്രോത്സാഹിപ്പിക്കൂ. മറ്റെന്തെങ്കിലും കഴിവ് അവനിൽ ഉറങ്ങിക്കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ സ്ഫടികം സിനിമയിലെ ആടുതോമെ 2 രീതിയിലാക്കി മാറ്റാം. ആടുതോമയ്ക്ക് തല്ലാൻ അറിയാമെങ്കിൽ ഗുണ്ടയാക്കി മാറ്റാം. ആടുതോമയ്ക്ക് തല്ലാൻ അറിയാമെങ്കിൽ രാജ്യത്തിന് അഭിമാനം സമ്മാനിക്കാവുന്ന, ഒളിമ്പിക്സിൽ സ്വർണം നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു ബോക്സറാക്കി മാറ്റാം. ഗുണ്ടയാക്കണോ ബോക്സറാക്കണോ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. ഇത് പറയാതെ പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ രസകരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ ഓരോരുത്തരും, ഒരു രക്ഷകർത്താക്കളും ഉണ്ട്, അധ്യാപകരും ഒക്കെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രായം ചിന്തിക്കുക, നിങ്ങൾ പഠിച്ചു വന്നൊരു കാലം ചിന്തിക്കുക. ഞാൻ കുറച്ചുകൂടെ ബാക്കിലേക്ക് പറഞ്ഞാൽ 1970-75 കാലഘട്ടത്തിൽ ജീവിച്ച എൻ്റെ അച്ഛൻ 2000-ൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ 95 മുതൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന എന്നെ ഉപദേശിക്കുന്നത് 2020-ലേക്കാണ്. സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ 2020-ൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്? 2010-ൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സാധ്യതകളെ നിങ്ങൾക്ക് 2020-ലെത്തുമ്പോൾ എന്താകുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ? 2030 എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ഇപ്പം കഴിയുന്നുണ്ടോ? കഴിയണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവർ കാലത്തെ മുൻകൂട്ടി കണ്ടിട്ടുള്ളവരാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഉപദേശിക്കാതെ വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നൊരു 10 വയസ്സുകാരന് വീട്ടിലിരുന്നു കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയാവുന്ന ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവനെ തല്ലി പഠിപ്പിക്കുക മാത്രമല്ല, ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് ജീവിക്കാൻ കൂടി പഠിപ്പിക്കണം. ഡാർവിൻ അതാണ് പറഞ്ഞത്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന കാലഘട്ടത്തെ കൂടി മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രോഹൻ ചേട്ടൻ പലപ്പോഴും ചോദിക്കും, അഖിലെ അടുത്ത സിനിമ എപ്പോഴാണ് ചെയ്യുന്നത്? സംവിധായകൻ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന സിനിമകളൊക്കെ പഴയ സത്യനന്ദിക്കാട് ജോഷി, IV ശശിയുടെ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകൾ, പ്രേം സാറിൻ്റെ സിനിമകൾ, ശ്രീനിവാസൻ്റെ തിരക്കഥകൾ, ലോഹിതദാസിൻ്റെ തിരക്കഥകൾ, ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് അവർ ചെയ്തതിൻ്റെ സമാന സ്വഭാവത്തിലോ അല്ലെങ്കിൽ ആ രൂപത്തിലോ ഉള്ള ഒരു സിനിമകളൊക്കെ സൃഷ്ടിക്കണമെന്ന് കരുതി അത്തരം സിനിമകളെക്കുറിച്ചും അത്തരം കഥകളെക്കുറിച്ചും പഠിച്ച് നടന്നിരുന്ന എനിക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചെയ്യാനുള്ള അറിവില്ലായ്മയാണ് ഞാനിപ്പോൾ സിനിമ ചെയ്യാൻ ഭയക്കുന്ന ഒരു കാര്യം. ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി പോയി ചെയ്യുക എന്നുള്ളതല്ലല്ലോ.
അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക, പഠിച്ചതിന് ശേഷം ചെയ്യുക എന്ന് സ്വയം തീരുമാനിച്ചതുപോലെ ഞാൻ നിങ്ങളോടും പറയുകയാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ 25-ാം തീയതി ഒരു വലിയ പ്രോഗ്രാമിൽ അവിടെ സ്പീക്കറായിട്ട് പോകുന്നുണ്ട്. ജെ യൂണിവേഴ്സിറ്റിയുടെ ഒരു വലിയ പ്രോഗ്രാമാണ്, ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയും. സന്തോഷ് ജോർജ് കുളങ്ങരയും ശശി തരൂരും ഒക്കെ സ്പീക്കേഴ്സാണ്. മുരളി തുമ്മാരൂടിയൊക്കെ ഉൾപ്പെടുന്ന വലിയ സ്പീക്കേഴ്സൊക്കെ ഉണ്ട്, ഞാനും ഉണ്ട് അതിനകത്ത്. അതിൻ്റെ പേര് ഫ്യൂച്ചർ ഓഫ് സമ്മിറ്റ് എന്നാണ്. അതിൽ റോബോട്ടിക്സിനെ കുറിച്ചും റോബോവേഴ്സിനെ കുറിച്ചും AI ടെക്നോളജിയെക്കുറിച്ചും ഒക്കെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ദൈവം അനുഗ്രഹിച്ച് 10 വർഷം കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കാൻ കഴിയട്ടെ, അത് വേറെ വല്ല ഒരു മരുന്നും കഴിച്ചാൽ ഒരു ദിവസം ജീവിച്ചിരിക്കാം എന്ന് പറയുന്നത് ഒറ്റ പ്രോഡക്റ്റ് രാവിലെ കഴിച്ചാൽ മതി, നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യാതൊരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമ്പനി ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം. ഇപ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന പല സിസ്റ്റങ്ങളും നമ്മൾ ചിന്തിച്ചതാണോ? അല്ല. അപ്പം ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം, കുട്ടികൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് അവരെ നിങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങളെക്കാട്ടി അവർക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാതെ വേറെ കാര്യം. പക്ഷേ നിങ്ങൾ സമ്മതിക്കത്തില്ല, നിങ്ങൾക്കാണ് അറിവുണ്ടെന്ന് പറയും, നിങ്ങളിങ്ങനെ അവരെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നവും നമ്മുടെ കാര്യം. പ്രായം കൂടിക്കഴിഞ്ഞാൽ അറിവുണ്ടെന്നാണ് പലരും ധാരണ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൂപ്പനൊക്കെ എന്നെ ഒരുപാട് ഉപദേശിച്ച് പഠിപ്പിക്കണമെന്ന് അവരുടെ അനുഭവത്തെ ബഹുമാനിക്കുക. പക്ഷെ പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ പ്രായത്തിൻ്റെ പേരിൽ ഉപദേശിക്കാൻ ചെല്ലരുത്. ഇന്ന് 10 വയസ്സുള്ള ഒരു കുട്ടിയോട് പോയി ചോദിച്ചാൽ അവൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് അവനെ എങ്ങനെ വളർത്തിയെടുക്കണമെന്നും കൂടെ ചിന്തിക്കുക. എന്തൊക്കെയോ പറയാൻ വന്നു, വേറെ എന്തൊക്കെയോ പറഞ്ഞെന്ന് തോന്നും. എന്നാലും പറഞ്ഞതിൽ ഒരുപാട് പിന്നെ എന്നെ നിങ്ങൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം മാറ്റി വെച്ചേക്കുക. ഏതെങ്കിലും ഒരു കാര്യം അനുകരണീയമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെ ഒന്നും വേണ്ട. ഇപ്പം ഞാൻ നിങ്ങളുടെ പോലെ തന്നെ പണ്ട് കൊട്ടിയം CFHS സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ സാധാരണ കുടുംബം, സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നിൽ നിൽക്കുന്ന കുടുംബം, സ്വന്തമായി വീടും കാര്യങ്ങളുമൊക്കെ 10ാം ക്ലാസ് വരെ ഇല്ലാതിരുന്നൊരു ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. നമ്മൾ കശുവണ്ടി പറക്കി നടന്ന് അത് കിട്ടുന്ന പൈസ എടുത്ത് കൊടുത്ത് കിട്ടിയാൽ ഒരു പൊറോട്ട മേടിച്ച് കഴിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് നടന്നിരുന്നതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഓരോ കുട്ടികളും ചിന്തിക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയും വീട്ടിൽ TV ഇല്ലായിരുന്നു. അവരുടെ വിചാരം നമ്മൾ പഠിച്ച സമയത്ത് മൊബൈൽ ഉണ്ടായിരുന്നതൊക്കെയാണല്ലോ. അവർക്ക് അറിയില്ലല്ലോ ഈ സാധനം എന്നാ വന്നതെന്നൊന്നും. അപ്പം നമ്മുടെ ആ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു വന്നതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥയ്ക്ക് വന്ന ഷിഫ്റ്റ് നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇവർക്ക് മനസ്സിലാവില്ല. പക്ഷേ ആ യാതനകളെയും ആ ബുദ്ധിമുട്ടുകളെയും ഒക്കെ അവഗണിച്ച് ആരെങ്കിലും ഒക്കെ ആയിത്തീരണമെന്നുള്ള എൻ്റെ ഒരു വാശി ഉണ്ടായിരുന്നു. ഞാൻ അതിന് പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതുപോലെ ഒരു വാശി സൃഷ്ടിക്കുക, ആർക്കെങ്കിലും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു വാശി സൃഷ്ടിക്കുക. ആ വാശി നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ആ വാശി ഒരു നല്ല ഡോക്ടർ ആവാനായിക്കോട്ടെ, ഒരു നല്ല എഞ്ചിനീയർ ആവാനായിക്കോട്ടെ, ഒരു നല്ല അധ്യാപകനാവാനായിക്കോട്ടെ, ഒരു നല്ല വക്കീലാവാനായിക്കോട്ടെ, അതിലുപരി ഒരു നല്ല മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ. ഒരു രക്ഷകർത്താക്കളും പറയാത്തൊരു കാര്യമാണ് രാഷ്ട്രീയത്തിലേക്ക് ആരെയും വിടരുതെന്ന്. ദൈവീയത അങ്ങനെ പറയരുത്, രാഷ്ട്രീയത്തിലേക്കും വിടണം. കാരണം ഈ നാടിനെ നയിക്കത്തക്ക നല്ല മിടുക്കന്മാരുണ്ടാവട്ടെ. അല്ലാതെ ബസ്സിനും കല്ലെറിഞ്ഞ് നാട്ടുകാരെയും ചീത്ത വിളിച്ച് നടക്കുന്നവന്മാരൊക്കെ നാട് ഭരിച്ചതിൻ്റെ കുഴപ്പമാണ് ഇന്ന് ഈ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. നമ്മൾ തമാശയായിട്ട് പറയും മുൻബെഞ്ചിലിരുന്ന് പഠിക്കുന്നവന് കളക്ടറും പിൻബെഞ്ചിലിരുന്ന് പഠിക്കുന്നവൻ ഡോക്ടറും ബാക്കിയുള്ളവൻ സർക്കാർ ഉദ്യോഗസ്ഥനും, അല്ലെ അതിന് താഴോട്ടും ഏറ്റവും ബാക്കിലിരുന്ന് ബസ്സിന് കല്ല് എറിഞ്ഞ് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഭരിക്കുന്ന മന്ത്രിയും MLA-മാരും ഒക്കെ. അപ്പോൾ അതിനെങ്കിലും മാറ്റം വരാൻ വേണ്ടിയിട്ട് എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഭാവിക്ക് വേണ്ടപ്പെട്ടവരാക്കി മാറ്റട്ടെ. അതിന് ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനി എന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ എന്തെങ്കിലും ചോദിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ വല്ല ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ റെഡിയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ റെഡിയാണ്. കൂടുതൽ സ്മൈക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ. കടം ചോദിക്കരുത്. മറ്റേ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അതിന് നിങ്ങൾക്ക് അത് നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റെപ്പോഴെങ്കിലും അയാൾ അന്നാ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്തിനാണ് അയാൾ പറഞ്ഞത്, അതായാലും കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം, കുട്ടികൾക്ക് ചോദിക്കാം, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആകെയുള്ള സ്പേസ് ഇതൊക്കെ ആയതുകൊണ്ട് ഇതും പറഞ്ഞിട്ട് പതുക്കെ ഞാൻ പൊടിയും തട്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. തിരിച്ച് എറണാകുളത്ത് എത്തണം. അതിനു മുമ്പ് ഒരു മീറ്റിംഗ് കൂടെ കരുനാഗപ്പള്ളിയിലുണ്ട്. ശരിയാണ്. എന്തായാലും ചോദ്യങ്ങളുണ്ടോ? സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള ഒരു വലിയ അവസരമാണ്. ചുമ്മാതെങ്കിലും എന്തായാലും ചോദിക്കുക. ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ ഇനി
പുള്ളിക്ക് ഫേസ്ബുക്കിൽ കുറച്ച് മെസ്സേജ് അയച്ചു, ഇൻസ്റ്റയെ കുറിച്ച് മെസ്സേജ് അയച്ചു, റിപ്ലൈ കിട്ടിയില്ല. അങ്ങനെ ചോദിക്കുന്നു. ചോദിച്ചോ, രാഷ്ട്രീയമൊന്നും ചോദിക്കണ്ട, സ്കൂളാണ്. ആ അല്ല, അതൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. അത് ആ ജനകീയ കോടതി തന്നെ കംപ്ലീറ്റ് കണ്ടാൽ മതി. പിന്നെ കുറച്ച് പ്രതികരണശേഷിയുള്ള തലമുറയായിട്ട് വളരുക. ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളായി എല്ലാ കാലവും ജീവിക്കുക. ആർക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ വ്യക്തിത്വം പണയം വെക്കാതിരിക്കുക. ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുത്തൻ്റെ മുന്നിൽ തലകുനിക്കാതിരിക്കുക. അഭിമാനത്തോടുകൂടി അവനവൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കി ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഉറച്ച നിലപാടെടുക്കാനും ഉച്ചത്തിൽ സംസാരിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അഖിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുള്ളതാണ്. അഖിൽ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആരും പ്രതികരിക്കാറുമില്ല, ആരും സംസാരിക്കാറുമില്ല. പ്രതികരണശേഷി ഇല്ലാത്തൊരു ജനതയായിട്ട് വരും തലമുറ മാറാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടമുണ്ടാകുമെന്ന് നിങ്ങൾ ദയവ് ചെയ്ത് കരുതരുത്. നഷ്ടങ്ങൾ ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ളവരുണ്ടാകാം. ഒരുപാട് പേർ സംസാരിച്ചാൽ ആ നഷ്ടങ്ങൾ ഒന്നും ആർക്കും സംഭവിക്കില്ല. അതുകൊണ്ട് അവനവന് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ നാടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നന്മയ്ക്ക് വേണ്ടിയിട്ടോ സംസാരിക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളിലെ മികച്ച വ്യക്തിത്വങ്ങളെ ഭാവിയിൽ ഇതേപോലെയുള്ള സ്കൂളുകളിലൊക്കെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും സ്കൂൾ മാനേജ്മെൻറ്റിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ഒരു കലോത്സവത്തിൻ്റെ സങ്കല്പൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു.